ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ഡിബേറ്റ് നടക്കുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. നമ്മളെ ഇലക്ട്രിക് EV ഇൻഡസ്ട്രിയിൽ എയ്തറാണോ ബെസ്റ്റ്, ഓലയാണോ ബെസ്റ്റ് എന്നുള്ളതല്ല ഇന്നത്തെ വീഡിയോ. ഇപ്പം നമ്മുടെ സർക്കിളിൽ തന്നെ എയ്തർ 450Xും അവൈലബിൾ ആണ്, ഓല S1 പ്രോയും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ ഈ എയ്തറും ഓട്ടിക്കാറുണ്ട്, ഈ ഓലയും ഓട്ടിക്കാറുണ്ട്. ഇവൻ ഈ രണ്ട് വണ്ടി ഓടിക്കാറുണ്ട്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഈ രണ്ട് വണ്ടിയിലും തോന്നിയ കമ്പാരിസൺ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എയ്തറിന് കുറച്ച് പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളത്, മൈനസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓലയ്ക്ക് എന്തൊക്കെയാണ് പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളത്, നെഗറ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളൊരു ഡിസ്കഷനാണ്. ഇതിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടാം. അപ്പം ഈ ഒരു വണ്ടി എടുത്ത് ഒരു ഓൾമോസ്റ്റ് 3000 ആയപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എയ്തർ എടുക്കാനാണ് ഇരുന്നത്, പക്ഷേ ഞാൻ ഓലയിലോട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇപ്പം നിൻ്റെ ഈ വണ്ടി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഞാൻ പോയി ഓല എടുത്തെന്നുള്ളത് കോമൺ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അപ്പം നമുക്ക് രണ്ടുപേർക്കും രണ്ട് തരം യൂസസ് ആണ്. എവനുള്ള യൂസ് അല്ല എനിക്കുള്ള യൂസ്. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ് രണ്ടുപേരും രണ്ട് വണ്ടി എടുക്കാനുള്ളതായ കാരണം. പിന്നെ ഓൾറെഡി നമ്മളെ ഗ്യാങ്ങിൽ ഒരു എയ്തർ ഉണ്ട്. അപ്പം ഒരു പുതിയൊരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് വേറൊരു വശം. അപ്പം ഫസ്റ്റ് അനുവിനെ സ്റ്റാർട്ട് ചെയ്യും. എന്തൊക്കെയാണ് നിനക്ക് നിന്റെ വണ്ടി ഇത് ഓടിച്ചപ്പോൾ തോന്നിയ പ്ലസ് ആൻഡ് മൈനസ്? എനിക്കിപ്പോൾ മെയിനായിട്ട് ഏതറിനും ഓലയുടെ ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് തോന്നുന്നത്, ഫസ്റ്റ് നമുക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം നമ്മൾ രാത്രി പോകുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ് ആണ്. ഏതർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ കോൺഷ്യസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കേണ്ടി വരും. ഓലയിലാകുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ് ആണ്, വിഷൻ എല്ലാം നല്ല ക്ലിയർ ആണ്. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, ഹാൻഡ്ലിംഗ് ഒക്കെ ആയിരുന്നാലും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓലയുടേത് തന്നെയാണ്. ഹൈറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയറിൽ ഈ ഒരുപാട് നമുക്ക് ഈ ഫീച്ചേഴ്സൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. ഓലയിലാകുമ്പോഴത്തേക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ ഇതിൽ അത്ര ഇല്ല, ലിമിറ്റഡ് ആണ്. ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കും ഏതർ തന്നെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഓല കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഫീൽ ചെയ്തത് അത് തന്നെയാണ്. അതായത് ഇപ്പം ഫീച്ചേഴ്സൊക്കെ അവർ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അതായത് ഫീച്ചേഴ്സ് ഇതിലില്ലാത്ത പല ഫീച്ചേഴ്സും ഉണ്ട്. മൈലേജിന്റെ കേസ് എന്ന് പറയുമ്പോൾ നിനക്കിപ്പോൾ ഇത് നോർമലി എത്ര, ഫുൾ ചാർജിൽ എത്ര? ഞാനിപ്പോൾ കൂടുതൽ സ്പോർട്സ് ഇട്ടാണ് ഓടിക്കുന്നത്. എനിക്ക് 85 കാണിക്കുന്നത്, പക്ഷെ അതിന് പുറത്ത് എന്തായിരുന്നാലും ഒരു 90 മാക്സിമം 90-95 എനിക്കിപ്പോൾ ഓടാൻ പറ്റും. 95-100 കൂട്ടാം. നമുക്കൊരു എയ്തറിൽ സ്പോർട്സിലാണ് നോർമൽ ഒരു ആവറേജ് യൂസിലൊരു 100 കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ നമുക്കൊരു 130, 135, 40 അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൈലേജ് ആണ് എപ്പോഴും നോക്കിയാലും ഓലയുടെ ഒരു തട്ട് താന്ന് നിൽക്കാൻ മെയിൻ ഒരു കാര്യം. അതായത് ക്വാളിറ്റി ഇത്രയും കുറവായിട്ട് പോലും ഇത്രയും വണ്ടി ഇറങ്ങാനും ബെസ്റ്റ് സെല്ലറായിട്ട് മാർക്കറ്റിൽ നിൽക്കാൻ കാരണം ഈ ഒരു മൈലേജിൻ്റെ കേസാണ്. കാരണം ആൾക്കാർ കൂടുതൽ കോൺഷ്യസ് മൈലേജിലോട്ടാണ്. ഇപ്പം ഫീച്ചേഴ്സ് അതുകൊണ്ട് ഇതുണ്ടെന്ന് പറയുന്നതെങ്കിലും ആൾക്കാർക്ക് ചാർജ് ചെയ്യുക, ഓടുക. അപ്പോൾ എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും? കാരണം പെട്രോൾ വണ്ടി പോലെയല്ല, നമുക്ക് ചാർജ് ചെയ്ത് ഇത്രയും ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടി, അതിൻ്റെ പോസിറ്റീവാണ്. പിന്നെ റേറ്റിൻ്റെ ഡിഫറൻസ്, നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഇപ്പം നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 33,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അതായത് ഓലയ്ക്ക് ഇപ്പോൾ 1.5 വില, 1.52 എന്തോ. എയ്തറിന് ഇപ്പോൾ 1.83 സംതിങ് ആണ് വില. അപ്പോൾ അത്രയും ഡിഫറൻസും വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വർത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഓല പറയേണ്ടി വരും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഓല എടുത്തെങ്കിലും ഞാൻ ഫസ്റ്റ് എയ്തർ എടുക്കാൻ നിന്നൊരാളാണ്. പക്ഷേ എനിക്ക് ഓലയിൽ നിന്ന് എപ്പോഴും പ്ലസ് ആയിട്ട് തോന്നുന്നത് ബിൽഡ് ക്വാളിറ്റി. അതായത് ഇലക്ട്രിക് സ്കൂട്ടറിന് പൊതുവേ നമ്മളെ നോർമൽ സ്കൂട്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ബിൽഡ് ക്വാളിറ്റീസ് കുറവാണ്. പക്ഷേ എയ്തറിനെ സംബന്ധിച്ച് നമ്മളൊരു നോർമൽ പെട്രോൾ സ്കൂട്ടറിൻ്റെ ക്വാളിറ്റി എന്താണോ, ബിൽഡ് ക്വാളിറ്റി എന്താണോ, സ്വിച്ചസ് ആണെങ്കിലും മൊത്തത്തിൽ ബോഡി ക്വാളിറ്റി ആണെങ്കിലും ഷാസി ആണെങ്കിലും എല്ലാം നമുക്ക് ഒരു നോർമൽ ഒരു സ്കൂട്ടർ എങ്ങനെ നമുക്ക് കുന്നുമലയിൽ എവിടെയൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാമോ അതേ ഒരു റിലയബിലിറ്റിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. ഓല പക്ഷെ അങ്ങനെയല്ല. കുറച്ച് ഇപ്പം നമുക്ക് ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. നമ്മളൊരു തേനെ പാല് അല്ലെങ്കിൽ ഒരു മുട്ടത്തോട് കൊണ്ട് നടക്കും പോലെ നമ്മൾ കൊണ്ടു നടക്കണം. അത് ശരിയാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ രണ്ട് വണ്ടിയുടെ സർവീസസ്. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കോൺഷ്യസ് എന്ന് പറയുമ്പം ഒരു സർവീസിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് വണ്ടിയുടെ കേസിൽ അനുവാണെങ്കിലും അവൻ്റെ പീരിയോഡിക് സർവീസ്, അതായത് ഏതൊരു 5000 കിലോമീറ്ററിലാണ് പീരിയോഡിക് സർവീസ് വരുന്നത്.
അപ്പോൾ അവ ഓൾറെഡി പീരിയോഡിക് സർവീസ് ചെയ്തു. ഞാനും എനിക്ക് വണ്ടി കിട്ടിയപ്പം ഈ സ്ക്രാച്ചും ഇവിടുത്തെ ഒരു നോയ്സും കാരണം സർവീസ് സെൻ്ററിനെ അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഒരു കസ്റ്റമറിൻ്റെ അടുത്തുള്ള അവരുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? അപ്പോൾ ആദ്യം നീ പറ. നീ ഇപ്പോൾ സർവീസ് പോയപ്പോൾ ഉള്ള സർവീസ് എനിക്കിപ്പോൾ 2 ദിവസമായുള്ളൂ കഴിഞ്ഞിട്ട്. 5000 ചെയ്യാനുള്ളതാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. 1400 ആയപ്പോഴാണ് ഞാൻ സർവീസ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും ബുക്കിങ്ങിനായിരുന്നാലും പിന്നെ സർവീസിൻ്റെ കാര്യങ്ങളിലായിരുന്നാലും അവിടെ അപ്രോച്ച് എല്ലാം നീറ്റായിരുന്നു. നമുക്ക് വേറെ എന്താ പറയുക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വെറുപ്പായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. നീറ്റായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്തു തന്നത്. പിന്നെ എത്ര ടൈം എടുത്തു നിനക്ക് ബുക്ക് ചെയ്യാൻ? രാവിലെ തന്ന ടൈമിനേക്കാളും കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അവർ മാക്സിമം അന്ന് തന്നെ വണ്ടി സെറ്റ് ചെയ്ത് തന്നു. ചിലപ്പോൾ പിറ്റേ ദിവസം ആവുമെന്ന് പറഞ്ഞത്, പക്ഷെ അന്ന് തന്നെ അവർ റെഡിയാക്കി തന്നായിരുന്നു. ഫോൺ വഴിയാണോ ബുക്ക് ചെയ്തിട്ട് പോയത്? ഞാൻ വാട്സപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ നമ്മുടെ ഓലയെ സംബന്ധിച്ച് നമ്മൾ ആപ്പിലൂടെ ബുക്ക് ചെയ്യാന്ന് പറയുന്ന വലിയ ചടങ്ങാണ്. ഒരുപാട് പേർക്ക് ബുക്കിംഗ് നടക്കാതെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് വണ്ടി എടുത്തപ്പോഴേ ഉണ്ടായിരുന്ന ഇഷ്യൂ ആയതുകൊണ്ട് ഷോറൂമിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയ്തു തന്നു. പക്ഷെ അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോൾ കുറച്ചൊരു മുടയുള്ള പോലെയാണ്. നമുക്കൊരു വിലയില്ലാത്ത പോലെ. ആസ് കസ്റ്റമർ ആണ് അവരുടെ കിങ്. ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും കസ്റ്റമർ ആയിരിക്കണം അവരുടെ കിങ്. അപ്പം നമ്മൾ കസ്റ്റമറിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ ബിസിനസ് ഗ്രോത്ത്. അപ്പം അവർ നമ്മുടെ അടുത്തൊരു കുറച്ച് എന്താ പറയുക, നമ്മളെന്തരോ യാചിക്കാൻ ചെല്ലും പോലെയാണ് അവരുടെ ഒരു അപ്രോച്ച് ഓലയിൽ ചെല്ലുമ്പോൾ. അപ്പൊ എയ്തറിന് അങ്ങനെ പ്രശ്നമില്ല. ഇല്ലല്ല, അങ്ങനെ എല്ലാം നീറ്റ് ആയിരുന്നു. വേറെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഇപ്പോഴും എയ്തറിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യാൻ കാരണം രണ്ട് പോയിന്റ്. ഈ പറഞ്ഞ ബിൽഡ് ക്വാളിറ്റിയും ഈ സർവീസ് സെന്ററിന്റെ ഒരു ക്വാളിറ്റിയാണ്. അവർ ആ സർവീസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ആ ഒരു സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഓല ഈ പറഞ്ഞ പോലെ വാരിക്ക് ഒരു ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ സർവീസും കൂടെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിഞ്ഞു പോലും നോക്കേണ്ടി വരത്തില്ല. പിന്നെ നമുക്ക് രണ്ടിലും എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുള്ള ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് ഇപ്പം ഫ്രഷ് എടുക്കുമ്പോൾ ഇതിന് ഒരു ഹെൽമെറ്റാണ് എയ്തർ കൊടുക്കുന്നത്. ഇതിന് അവർ 2 ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. 2 ഹെൽമെറ്റ് കൊടുക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 2 ഹെൽമെറ്റ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ 2 ഹെൽമെറ്റ് അവർ ഫ്രീ കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഓലയിലുണ്ട്. നമുക്കിപ്പോൾ ഒരു ലാപ്ടോപ്പ് ബാഗൊക്കെ ഞാൻ വർക്കിന് പോകുമ്പോൾ വണ്ടിക്കകത്ത് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഹെൽമെറ്റും റെയിൻകോട്ടും എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ വെച്ചുകൊണ്ട് പോകാം. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ പവറിനെ പറ്റിയിട്ട് എന്തിനാണ് പറയാനുള്ളത്? പവർ നമ്മൾ എന്താ പറയാ, 2 വണ്ടി നോർമൽ യൂസിന് വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല. പക്ഷേ നമ്മളൊരു ടോപ്പ് സ്പീഡിലോട്ട് പോകുമ്പോൾ ഏതൊരു 90 അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരു 92 വരെ പോകും. ഇതൊരു 120 വരെ പോകും. അതും ജനറേഷൻ 2 ഇറങ്ങിയപ്പോഴാണ്. വണ്ടി ഓടി പറന്നു പോവും. അപ്പോൾ ആ ഒരു നമുക്ക് ഒരു റൈഡിങ്, ആ ഒരു സ്പീഡ് എൻജോയ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഓല ഇഷ്ടപ്പെടും. പിന്നെ അതിന് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ LED ലൈറ്റും ഇതിൽ പ്രൊജക്ടറുമാണ്. 2 LED ആണ്, പക്ഷേ പ്രൊജക്ടർ ഇതിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു വിസിബിലിറ്റി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ രണ്ടിൻ്റെയും സീറ്റിംഗ് പോസ്റ്റർ നോക്കുമ്പോൾ നമ്മൾ ഏതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സ്പോട്ടിനെസ് ആണ്. നമുക്ക് ഇരിക്കാൻ കുറച്ചുകൂടി കൈ നമ്മൾ താഴ്ത്തി റിലാക്സ് ചെയ്തിട്ടിട്ട് ഒരു ടൈപ്പ് ഓഫ് സീറ്റിംഗ് പോസ്റ്ററാണ്. പക്ഷേ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നലുണ്ട് എനിക്ക്. ഇപ്പം നിനക്ക് തന്നെ ചിലപ്പോൾ മുട്ടിന് കുറച്ച് ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരു ഹൈറ്റ് കൂടി ഒരാൾക്ക് ഒരു മുട്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ ഈ ഓലയിൽ കുറച്ചുകൂടി നമുക്ക് റൈഡിങ് കംഫർട്ട്, ഇപ്പോൾ ഒരു ലോങ് റൈഡൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി റൈഡിങ് കംഫർട്ട് ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി അപ്പറായിട്ട് ഇപ്പോൾ ഒരു RCയിലും ഒരു ഹിമാലയനിലും ഒരു ഓട്ടിക്കുന്ന ആ ഒരു ഡിഫറൻസ് പോലെ തോന്നും. പിന്നെ നമുക്ക് നല്ല സ്പേസ് ഫ്രണ്ടിലുണ്ട്. നമുക്കൊരു വലിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്യും. ബേസിക്കലി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിപ്പ വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ ഇതിൽ ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ചുകൂടി എനിക്ക് ഏതറിൻ്റെ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. ഓല വെച്ച് നോക്കുമ്പോൾ ഓലയിൽ എപ്പോഴും ബ്രേക്ക് പിടിക്കുമ്പോൾ ലോക്കാവും. പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഷോക്ക് അബ്സർവ് ഇതിൽ മോണോ ഷോക്കാണ് വരുന്നത്. നമ്മുടെ RCയിലൊക്കെ വരുന്ന പോലെ സെൻറ്ററിൽ. ഇതിൽ ബാക്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഷോക്ക് അബ്സർവും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സീറ്റ്, ഇത് ഒരു ഫ്ലാറ്റ് സീറ്റാണ്, നല്ല വലിപ്പമുള്ളത്. ഇത് റൈഡറിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ടൈപ്പ് ഓഫ് സീറ്റാണ്. പിന്നെന്താ പറയുക, പിന്നെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം. പിന്നെ വേറൊരു ഇത് കോമഡി ആയിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്കതിൽ പാട്ട് കേൾക്കാൻ പറ്റും എന്നുള്ളൊരു, ഇതിൽ പാട്ട് കേൾക്കാൻ പറ്റൂല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ആദ്യം ചിരിയായിരുന്നു, പക്ഷേ നീ എന്നെ ചിന്തിച്ചിട്ടില്ല ഇതിൽ പാട്ട് കേൾക്കാനോടെ പറ്റിയിരുന്നെങ്കിൽ നൈസായിരുന്നു. അപ്പം നമുക്ക് ഇപ്പം എല്ലാം നമ്മളൊരു മാർക്കറ്റിൽ ഒരു പുതിയൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ആദ്യം അത് കോമഡി ആയിട്ടേ കാണുള്ളൂ. പിന്നീട് യൂസ് ചെയ്ത് വരുമ്പോഴായിരിക്കും അത് പിന്നെ നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു കല്ലാറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പിക്നിക്കിന് പോകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്കിപ്പോൾ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ സ്പീക്കർ വേണ്ട, നമുക്ക് അപ്പോഴേ കണക്ട് ചെയ്ത് പാട്ടിടാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള
ബെനിഫിറ്റ്സ് ഇപ്പം നമ്മളെ 2 വണ്ടി ഓൾമോസ്റ്റ് 5000 അടുപ്പിച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാൻ അവൻ്റെ കൂടെ ഓട്ടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓല എടുക്കാനുണ്ടായ കാരണം, അതായത് അനുവിനെ സംബന്ധിച്ച് അവനൊരു പ്രവാസിയാണ്. പ്രവാസി ആയതുകൊണ്ട് അവനിപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഉള്ള യൂസ് അല്ലെങ്കിൽ അവൻ്റെ നോർമൽ യൂസാണ് അവനുള്ളത്. അപ്പോൾ അവന് ഈ ഒരു മൈലേജിൽ അവൻ ഹാപ്പിയാണ്. അവന് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം സിറ്റിയിലും പോകാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി നമ്മളെ വീട്ടിൽ നിന്ന് കഴക്കൂട്ടം വരെ ടെക്നോ പാർക്ക് വരെ പോവുകയാണ്. അപ്പോൾ എനിക്ക് 1 സൈഡ് 40 കിലോമീറ്റർ ഉണ്ട്, തിരിച്ച് 40 ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും എനിക്കൊരു 80 കിലോമീറ്റർ ഡെയിലി ഓടണം. അഥവാ എനിക്ക് ഓഫീസിൽ പോകണ വഴിക്ക് എവിടെയെങ്കിലും കറങ്ങി വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതറാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല. കാരണം ചാർജ് നിൽക്കില്ല, അത്രയും റേഞ്ച് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ വേറെ iQube ആയാലും വേറെ ഏത് ഇലക്ട്രിക് സ്കൂട്ടറിനും പറ്റാത്ത സംഭവം ഇതിന് പറ്റും, മൈലേജ് ഉണ്ട്. അപ്പോൾ ആ ഒരേ ഒരു മെയിൻ കാരണം കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ കാരണം. അത് എനിക്കിപ്പം ഓഫീസിൽ പോയിട്ട് തിരിച്ച് വന്നാലും എങ്ങനെ പോയാലും ഒരു 30-35% ചാർജ് ബാലൻസ് കാണും. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും ദൂരം ഓടി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എൻ്റെ വണ്ടി എടുക്കുന്നതിന് ഒരു 3 മാസം മുന്നെയാണ് നീ എടുത്തില്ലേ, 3 മാസം മുന്നേ എടുത്തതിന്. പക്ഷേ ഇവൻ്റെ അത് ഒരു 6000 ആയപ്പോൾ ഞാനും ഓൾമോസ്റ്റ് ഓടി 5000 സംതിങ് എത്തിയിട്ടുണ്ട്. പറയുമ്പോൾ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഓട്ടം ഉണ്ട്. അപ്പോൾ എനിക്ക് അത്ര റേഞ്ച് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പം നിങ്ങളുടെ കൺസേൺ റേഞ്ചാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും റേഞ്ചും പ്രൈസും നിങ്ങൾക്കൊരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ഓല എടുക്കുക. അല്ല നിങ്ങൾക്കിപ്പം ബിൽഡ് ക്വാളിറ്റിയും നിങ്ങളൊരു ഹോം യൂസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡെയിലി ഒരു മാക്സിമം ഒരു 60-70 ഓടാനുള്ളൂ എന്നുണ്ടെങ്കിൽ എയ്തർ എടുക്കുക. പിന്നെ രണ്ടിനും ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. ഇത് 2 ബ്രാൻഡ്സിൻ്റെ ടോപ്പ് എൻഡ് വണ്ടികളാണ്. ഇപ്പോൾ എയ്തറിൽ നോക്കിക്കഴിഞ്ഞാൽ എയ്തർ 450X ആണ് ടോപ്പ് എൻഡ്. ഓലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓല S1 Pro ആണ് അതിൽ ടോപ്പ് എൻഡ്. ഇതിൻ്റെയും ബേസ് മോഡൽ അവൈലബിൾ ആണ്, ഇതിൻ്റെയും ബേസ് മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ 2 വണ്ടി ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്നതുകൊണ്ട് 2നെ കുറിച്ചും ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഇത് മൊത്തം ഒരു ഐഡിയ ആയി. ഇപ്പോൾ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പേടിയൊന്നും നമുക്കിപ്പോൾ ഇല്ല. അപ്പം നമുക്കൊരു ധൈര്യമായി ഓടി മുതലാവുമെന്നുള്ളത്. എങ്ങനെ വണ്ടിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലായി, യൂസ് ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ KTM RC ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്, അനുവാണെങ്കിലും RX-Z യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു വണ്ടിയിൽ നിന്ന് ഇതിലോട്ട് വന്നതിൽ വലിയൊരു നഷ്ടം തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു പ്രൈസ് കോസ്റ്റിൻ്റെ കേസിലായാലും പവറിൻ്റെ കേസിലായാലും നമ്മൾ ഹാപ്പിയാണ്. പിന്നെ 2 ഫ്യൂച്ചറിസ്റ്റിക്കാണ്. ഇപ്പോൾ സത്യം പറയാൻ നമ്മൾ ഫുള്ള് മറ്റേ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്, 2 പച്ച ബോർഡുള്ള വണ്ടി അങ്ങനെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഓലയെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഏതറിനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുവാണ്, ഇത് 2 ഏതെങ്കിലും ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാമെന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കറക്റ്റ് ആൻസർ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇലക്ട്രിക് എടുക്കാൻ നിൽക്കുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇതേപോലെ വീഡിയോസ് റിസർച്ച് ചെയ്ത് ഇനി കാണാൻ വീഡിയോ ഒന്നുമില്ല, അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് എടുത്ത വണ്ടികളാണ്. പിന്നെ എല്ലാവർക്കും ഒരു അതിശയമാണ്, നീ ഇപ്പം ഏതർ എടുത്തു ഞാൻ ഓല എടുത്തു, അതെന്ത് 2 വണ്ടി എടുത്തതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പം അത്രേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റേ ട്യൂൺഡ് ബൈ ഇറ്റ്സ് മീ ഹോം ഷെപ്പിയൻ.